അമ്പിയാക്കന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് സഹായം തേടി എന്ന് എവിടെയാണ് പ്രമാണങ്ങളിലുള്ളത്? നിങ്ങളുടെ മൗലിദ് കിതാബിലെ തെളിവുകൾ പോരല്ലോ. മങ്കൂസ് മൗലിദിൽ ഒരു പക്ഷേ കാണാം, അല്ലാഹു വല്ലദീ തവസ്സല ബിഹി ആദം ഇടതേടിയത് ഈ മുഹമ്മദ് നബിയെ കൊണ്ടാണ്. അതുപോലെ തന്നെ ഫസ്തഗാസ ബിഹി നൂഹ് നബിയുടെ കാര്യം അവിടെ പരാമർശിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചിലരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും അനിസ്ലാമികമായ ആശയമല്ലേ, കള്ളം പറഞ്ഞതല്ലേ അവരെ സംബന്ധിച്ച്? അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവര് തേടിയതായോ, അള്ളാന്റെ റസൂലിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, അതല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തവസ്സുൽ ചെയ്തുകൊണ്ട് അവര് പ്രാർത്ഥിച്ചതായി എവിടെയാണുള്ളത്? ഹുസൈൻ സലഫി 8ാമതും വന്നു, 9ാമതും വന്നു. ഇന്ന് വരെ ഇതിനൊരു മറുപടി ഹുസൈൻ സലഫി പറഞ്ഞിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ സലഫിയോ സലഫിയുടെ കൂട്ടാളികളോ ഇതിന് മറുപടി പറയുക. തൊടുന്നില്ല സലഫി, ഈ ഒരു ഭാഗം തൊടുന്നില്ല. വല്ല ആവേശത്തോടുകൂടി വെല്ലുവിളിച്ച സലഫി ഇതിൻ്റെ ഒരു ഭാഗം പോലും തൊടുന്നില്ല. ഓ സലഫി, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറയൂ. ഈ മുഹമ്മദ് നബിയെ കൊണ്ടാണ്. അതുപോലെ തന്നെ ഫസ്തഗാസ ബിഹി നൂഹ് നബിയുടെ കാര്യം അവിടെ പരാമർശിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചിലരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും അനിസ്ലാമികമായ ആശയമല്ലേ, കള്ളം പറഞ്ഞതല്ലേ അവരെ സംബന്ധിച്ച്? അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവര് തേടിയതായോ, അള്ളാന്റെ റസൂലിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, അതല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തവസ്സുൽ ചെയ്തുകൊണ്ട് അവര് പ്രാർത്ഥിച്ചതായി എവിടെയാണുള്ളത്? അതെ, ഹക്ക് കൊണ്ടും ജാഹു കൊണ്ടൊക്കെ പറഞ്ഞെന്നും തവസ്സല ബിഹി ആദം എന്ന് പറഞ്ഞു, വസ്തഗാസ ബിഹി നൂഹ് എന്ന് പറഞ്ഞതൊക്കെ അനിസ്ലാമികമായ വിഷയങ്ങൾ കള്ളം പറഞ്ഞതല്ലേ? മൗലവിമാര് സ്വീകരിക്കൂല കേട്ടോ. കാരണം ഇവർക്ക് അള്ളാന്റെ ദീന് തകരണമെന്നല്ലാതെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്നതാണ് ഉദ്ദേശമല്ല. മൗലവി ചോദിച്ചില്ലേ ബിഹഖി മുഹമ്മദ് എവിടെയാ ഉള്ളത്, ആരാ പറഞ്ഞത്, അത് കളവല്ലേ എന്ന് മൗലവി പറഞ്ഞില്ലേ? എന്നാ മൗലവിനെ ഞാനിതാ നാദാപുരത്ത് ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടിയിടാൻ പോകുന്നു. തെറിപ്പിക്കാൻ കഴിയൂല സലഫി. ആദൻ നബി റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്നത് അത് ഇമാം സുബ്കിയെ പോലുള്ള ഇമാമീങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ അമ്പിയാക്കൾ ഇയാൾക്കെതിരായിരിക്കും, അമ്പിയാക്കളെ പേര് കള്ളം പറഞ്ഞതാണ് എന്ന് പറഞ്ഞില്ലേ? ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് നിങ്ങളെ നേതാവ് അതാരാ? അതേ, നിങ്ങളെ നേതാവ് നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അങ്ങേ തലക്കുള്ള നേതാവ്, നിങ്ങൾ അങ്ങേ തല. അതൊന്ന് കേൾപ്പിച്ചോട്ടെ അവനെ, എന്നിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ, അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ, അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസറുദ്ദീൻ അൽബാനി വരെ, കേരളത്തിലുണ്ടായിരുന്ന KM മൗലവി മുതൽ KP മുഹമ്മദ് അലി ഉമർ മൗലവി വരെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. സലഫി പണ്ഡിതന്മാരെ കൂടുതൽ അങ്ങേ തല ആരാണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, അങ്ങേ തല. അത് തന്നെ മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന 1.25 റുപ്യന്റെ കിതാബിലും പറയുന്നു. കേട്ടോളി, ഇതിന് തുടക്കം കുറിച്ചത് മുജാഹിദിനെ, ഇതിന് തുടക്കം കുറിച്ചത് ഹിജ്റ 661 പൂജാതനായ പ്രശസ്ത പണ്ഡിതനും ചിന്താമണ്ഡലത്തിൽ ഭയങ്കര കോളലക്കം സൃഷ്ടിച്ച വിപ്ലവ നായകനുമായ ഇബ്നു തൈമിയ്യ ആണ്. ഇങ്ങനത്തെ ഈ പറഞ്ഞ ഇബ്നു തൈമിയ്യ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഇവരെ പോലത്തെ ഒരു പൗരോഹിത്യം ലോകത്താർക്കെങ്കിലും ഉണ്ടോ? ഇവരെ വിചിന്തനം, ആ വിചിന്തനം എന്ന പത്രത്തിൽ അവർ പറയുന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ഇബ്നു തൈമിയ്യയുടെയും വാക്കുകൾ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. അപ്പൊ അയാളെ വാക്ക് ഖുർആൻ പോലെയാണ്. അപ്പൊ ഖുർആൻ പോലെ ഇവർ വിശ്വസിക്കുന്ന ശരിയായ പൗരോഹിത്യം വിശ്വസിക്കുന്ന പണ്ഡിതൻ, അവരുടെ ഏറ്റവും ഒരു അങ്ങേ തലക്കുള്ള പണ്ഡിതൻ ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ 2005 ഫെബ്രുവരി 25 വിചിന്തനത്തിലുള്ളതാണ്.
ഇത് ഞാൻ മുമ്പിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. മൗലവി അതിനെപ്പറ്റിയൊന്നും ഒന്നും പറയുന്നില്ല. മൗലവി പിന്നെയും പാട്ടുപാടുകയാണ്. എന്നാ സഹോദരന്മാരെ, ഇപ്രാവശ്യം മൂപ്പർക്ക് ഒറ്റക്ക് പാടിയിട്ട് കഴിയാത്തോണ്ട് കുറച്ച് കുട്ടികളെ പാട്ട് കൊണ്ടുവന്ന് അതങ്ങനെ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നായിരിക്കട്ടെ, ഈ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ കിതാബാണ് മൗലവി. ഇനി ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നത് ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഇടയാളനാക്കി എന്നത് കളവാണ് ഇമാം സുബ്കി പറഞ്ഞത്. അതുപോലെ ഇമാമിങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങൾ ഇന്ന് അതാപുരത്ത് പ്രസംഗിച്ചില്ലേ? എന്നാൽ ഇബ്നു തൈമിയ്യയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? ഇബ്നു തൈമിയ്യയുടെ ഫതാവ 2ാം വാള്യം കേട്ടോ മൗലവി. അദ്ദേഹം വിശദീകരിച്ചിട്ട് പറയാണ്, നീണ്ട സനദ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോ. അൻ അബ്ദുല്ലാഹി ഇബ്നു സുഫിയാൻ അൻ മൈസറ ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, മൈസറ പറയാണ്, മതാ കുന്ത നബിയൻ, തങ്ങളെപ്പോഴാ നബിയായത്? ഖാല ലമ്മാ ഖലഖല്ലാഹുൽ അർള വസ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന 7 സമാവാത്. അല്ലാഹ് ആകാശങ്ങൾ ഭൂമികൾ പടച്ചു, ആകാശങ്ങളിലേക്ക് കരുതി അതിനെ 7ആയി പടച്ചു. വഖലഖൽ അർശ, അർശും പടച്ചു. കതബ അലാ സാഖിൽ അർശി മുഹമ്മദുർ റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാ, അർശിന്റെ കാലിന്റെ മേൽ അതേ മുഹമ്മദുർ റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാ എന്ന് രേഖപ്പെടുത്തി. വഖലഖല്ലാഹുൽ ജന്ന, അല്ലാഹ് സ്വർഗ്ഗം പടച്ചു. അല്ലതി അസ്കനഹ ആദമ വഹവ്വ, ആദം നബിയെയും ഹവ്വായെയും അവിടെ താമസിപ്പിച്ചു. ഫകതബ സ്മി അലൽ അബ്വാബി വൽ ഔറാഖ്, സർവ ഗേറ്റിന്റെ മേലും ഇലകളുടെ മേലും എന്റെ പേര് എഴുതി. വൽ ഖുദാബ് വൽ ഖിയാം, ഖുബ്ബകളുടെ മേലും ഖൈമകളുടെ മേലും. വആദമു ബൈന റൂഹി വൽ ജസദ്, അപ്പോഴൊക്കെ ആദം നബി റൂഹിന്റെയും ജസദിന്റെയും ഇടക്കാട്. ഫലമ്മ അഹ്യാഹു അല്ലാഹു തആല, അങ്ങനെ അല്ലാഹു തആല ആദം നബിക്ക് ജീവൻ നൽകിയപ്പോ നളറ ഇലൽ അർശ്, ആദം നബി അർശിലേക്കൊന്ന് നോക്കി. ഫറഅസ്മി, അപ്പൊ എന്റെ പേര് അർശിന്റെ മേലെ കണ്ടു. ഫഅഖ്ബറഹുല്ലാഹു, അപ്പൊ അല്ലാഹ് ആദം നബിയോട് പറഞ്ഞു, അന്നഹു സയ്യിദു വലദിക, അല്ലെങ്കിൽ സയ്യിദു മുൽദിക, നിങ്ങളുടെ മക്കളുടെ നേതാവാണത് എന്ന് പറഞ്ഞു. ഫലമ്മാ ഗർറഹുമ ശൈത്താനു, ശൈത്താൻ ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അങ്ങനെ അവസാനം ആദം നബി മറന്നിട്ട് പഴം പറിച്ചപ്പോൾ താബാ, ആദം നബി അല്ലാഹുവിനോട് തൗബ ചെയ്തു. ഹവ്വാ ബീവിയും വസ്തശ്ഫഅ ബിസ്മി ഇലൈഹി, എന്റെ പേര് ഇടയാളനാക്കി അല്ലാഹുവിനോട് ആദം നബി ശഫാഅത്ത് തേടി, എന്റെ പേര് മുൻനിർത്തി അല്ലാഹുവിനോട് തേടി. ആരാ എഴുതിയത്? സലഫി എഴുതിയത്. അതാ നിങ്ങൾ അങ്ങേ തരക്കുള്ള നേതാവ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. 50-ാം പേജ് തീർന്നില്ല, ഇനിയും അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചിട്ട് അതാ എഴുതുന്നു. അതേ, ലമ്മാ അസാബ ആദമുൽ ഖതീഅ, ആദം നബി അലൈഹിസ്സലാം പഴം പറിച്ചു പോയപ്പോൾ റഫഅ റഅസഹു, ആദം നബി തല ഉയർത്തി. ഫഖാല, ആദം നബി പറഞ്ഞു, യാ റബ്ബി ബിഹഖി മുഹമ്മദ്, യാ റബ്ബി ബിഹഖി മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി, ബിഹഖി മുഹമ്മദ് എന്ന് പറഞ്ഞോ? അത് കളവാണ് എന്നല്ലേ വന്നിട്ട് പറഞ്ഞത് മൗലവി? ഇബ്നു തൈമിയ്യന്റെ മഖബറയെ പോയി ചോദിക്കേ. ഇബ്നു തൈമിയ്യന്റെ കിതാബ് വായിച്ചാ ഞാൻ പറയുന്നത്, യാ റബ്ബി ബിഹഖി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് റബ്ബേ ഇല്ലാ ഗഫർതലി, എനിക്ക് പുറത്തു തരണം അല്ലാഹ്. ഫഔഹാ ഇലൈഹി, അപ്പൊ അല്ലാഹ് വഹി അറിയിച്ചു. വമാ മുഹമ്മദ്, വമൻ മുഹമ്മദ്, ആരാ മുഹമ്മദ്? ആദമേ. ഫഖാല, അപ്പൊ ആദം നബി പറഞ്ഞു, യാ റബ്ബി ഇന്നക ലമ്മാ അത്മംത ഖൽഖി റഫഅതു ഇല അർശിക ഫൈദാ അലൈഹി മക്തൂബുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, നീ എന്നെ പഠിച്ചതിന് ശേഷം ഞാൻ അർശിന്റെ മുകളിലേക്ക് ഒന്ന് നോക്കി. അപ്പൊ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എഴുതി കണ്ടു. ഫഅലിംതു, അമ്മ ഞാൻ ഉറപ്പിച്ചു, അന്നഹു അക്രമു ഖൽഖിക അലൈക്, നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനിയാണതെന്ന് ഞാൻ ഉറപ്പിച്ചു.
ഇത് ഖറൻത ഇസ്മഹു മഅ ഇസ്മിക്, കാരണം നിന്റെ പേരിന്റെ കൂടെ ആ ഒരു നബിന്റെ പേരല്ലേ നീ എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ട് നീ ഏറ്റവും ബഹുമാനിക്കുന്നതാണ്, അതാണ് നീ മനസ്സിലാക്കി. ഫഖാല നഅം, അപ്പൊ അല്ലാഹ് പറഞ്ഞു അതെ. ഫഖദ് ഗഫർതു ലക, നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നു ആദമേ. വഹുവ ആഖിറുൽ അംബിയാഇ മിൻ ദുർരിയതിക, നിങ്ങളെ സന്താന പരമ്പരയിൽ അവസാനം വരുന്ന നബിയാണത്. വലൗലാഹു മാ ഖലഖതുക, ആ നബി ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പടക്കില്ലായിരുന്നു. ഇത് പറഞ്ഞിട്ട് ഈ ഹദീസിനെ കുറിച്ച് ഇബ്നു തൈമിയ്യ എന്താണ് ഇവിടെ പറയുന്നത്? മൗലവിമാരെ, ദഈഫാണ് എന്നാണോ, മൗദൂആണ് എന്നാണോ, കളവാണ് എന്നാണോ? സലഫി കളവാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അല്ലാഹു തആല പറഞ്ഞേ കളവാണോ? അമ്പിയാക്കൾ പറഞ്ഞേ കളവാണോ? ആദം നബി പറഞ്ഞേ കളവാണോ? സുബ്കി ഇമാം പറഞ്ഞേ കളവാണോ? ഇബ്നു തൈമിയ്യ പറയട്ടെ, അയാൾക്ക് വിവരമുണ്ട്, പക്ഷേ ചില സംഗതി പേച്ചു പോയതാണ്. അതുകൊണ്ടാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലഹു ദകാഉൻ വഇൽമുൻ, അദ്ദേഹത്തിന് നല്ല ബുദ്ധിയും ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫലം യജിദ് ശൈഖൻ യഹ്ദീഹി, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ഉസ്താദിനെ കിട്ടിയില്ല, അങ്ങനെ പെട്ടുപോയതാണ്. ഇമാം സുബ്കി പറഞ്ഞില്ലേ, അതേ സൈഫുസ് സഖീൽ എന്ന കിതാബിൽ പറഞ്ഞില്ലേ, ആ നിങ്ങളെ നേതാവായി നിങ്ങൾ പറയുന്ന ഇബ്നു തൈമിയ്യ, അദ്ദേഹം പറയുന്ന വാക്ക് കേട്ടോ സലഫി, ഈ ഹദീസ് ദഈഫാണ് എന്നാണോ ഇവിടെ പറയുന്നത്? ഇത് കളവാണ് എന്നാണോ പറയുന്നത്? കേട്ടോ, ഫഹാദൽ ഹദീസു, അപ്പോൾ ഈ ഹദീസ് യുഅയ്യിദുൽ ലദീ ഖബ്ലഹു, അത് അതിന് മുമ്പുള്ള ഹദീസിനെ ശക്തിപ്പെടുത്തുകയാണ്. വഹുമാ, ഞാനിപ്പോൾ ഉദ്ധരിച്ച ഈ രണ്ട് ഹദീസും കത്തഫ്സീരിൽ അഹാദീസി സ്വഹീഹതി, സഹീഹായ ഹദീസിന്റെ വിശദീകരണമാണ്, സഹീഹായ ഹദീസിന്റെ വിശദീകരണമാണ്. അപ്പൊ ഇതിന്റെ ആശയത്തിൽ ഒരു സ്ഥലത്തും തെറ്റില്ല. ഇനി അതിന്റെ സനദിൽ നിങ്ങൾ ആരെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല, സഹീഹായ ഹദീസിന്റെ വിവരണമാണിതെന്ന് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയില്ലേ മൗലവി? ഇനി ചോദിക്കട്ടെ, മഹ്ശറയിൽ നിന്ന് അമ്പിയാക്കളെ പേരിൽ കള്ളം പറഞ്ഞതിനാൽ സുബ്കി ഇമാം കുടുങ്ങും, ഇബ്നു ഹജർ കുടുങ്ങും, നവവി ഇമാം കുടുങ്ങും, ബൈഹഖി കുടുങ്ങും, ഇബ്നു അസാകിർ കുടുങ്ങും. അങ്ങനെ ഇമാമീങ്ങളൊക്കെ അമ്പിയാക്കളെ മുന്നിൽ കുടുങ്ങി ഖാസിരീങ്ങളാകും, പേരോടും അമ്പിയാക്കളെ മുന്നിൽ കുടുങ്ങുമെന്ന് പറഞ്ഞ മൗലവി ആദം നബി അലൈഹിസ്സലാമിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളെയും എല്ലാ അമ്പിയാക്കളെയും വിളിച്ചിട്ട് ഇബ്നു തൈമിയ്യനെ വിളിക്കും. ശരിക്കും മനസ്സിലാക്കി വെച്ചോ, ഇബ്നു തൈമിയ്യനെ വിളിക്കും, നിങ്ങളെ ഫതാവ ഇങ്ങെടുക്കും, നിങ്ങളെ ഫതാവ എടുത്തിട്ട് ഇബ്നു തൈമിയ്യന്റെ നിങ്ങളെ ഫതാവ എടുത്തിട്ട് ഇതിന്റെ 2ാം വാള്യം, അതേ ഇതിന്റെ 2ാം വാള്യത്തിൽ 151ാമത്തെ പേജ് മറിച്ചിട്ട് സലഫി നാദാപുരത്ത് നിങ്ങളെ കൊണ്ടുവരുന്ന മുജാഹിദുകൾ നന്നായാലും നന്നായില്ലെങ്കിലും, നിങ്ങളെ സ്റ്റേജിൽ നിങ്ങളെ സദസ്സിൽ വരുന്ന മുജാഹിദുകൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പടച്ചവന്റെ കോടതിയിൽ അമ്പിയാക്കളെ മുന്നില് ഈ കിതാബും എടുത്തിട്ട് പേരോട് വരും കേട്ടോ, പേരോട് വരും. കിയന ഉസ്താദ് വരും, ഈക്ക ഉസ്താദ് വരും, ഉള്ളാൾ തങ്ങൾ വരും, കാന്തപുരം ഉസ്താദ് വരും, സുബ്കി ഇമാം വരും, ഇബ്നു തൈമിയ്യയും വരും. ഈ കിതാബ് എടുത്തിട്ട് ചോദിക്കും, സലഫി നിങ്ങളല്ലേ എഴുതിയത്? ഇബ്നു തൈമിയ്യ നിങ്ങളല്ലേ എഴുതിയത്? സഹീഹായ ഹദീസിന്റെ വിശദീകരണമാണ് ഈ ഹദീസിലുള്ളതെന്ന്, ഇത് ശരിക്കൊന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നുവെന്ന് ഞങ്ങൾ കിതാബും പിടിച്ചു പറയുമ്പോ സലഫിന്റെ കൂടെ പെട്ടുപോയ മുജാഹിദേ, യൗമ തബിയദ്ദു വജൂഹ് വതസ്വദ്ദു വജൂഹ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന ദിവസം, സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളുടെ മുഖം കരുവാളിച്ച് കറുത്തു പോകുന്ന ദിവസം പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അത് മഹ്ശറയാണ് സലഫി, അത് മഹ്ശറയാണ് സലഫി. നിങ്ങൾ എന്ത് ക്ലിപ്പ് കൊണ്ടുവന്ന് കത്തിവെച്ചിട്ടും കാര്യമില്ല, പടച്ചവന്റെ കോടതിയിൽ ക്ലിപ്പ് വെക്കാൻ കഴിയൂല, അപ്പുറം മുറിച്ചിട്ട് ഇപ്പുറം മുറിച്ച് കാണിക്കാൻ കഴിയൂല. ഇതുണ്ടോ ഇല്ലേ, അത് പറയണം ഈ സമുദായത്തോട്. ഇബ്നു തൈമിയ്യയുടെ ഒരു ഉദ്ധരണിയായി ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്നാൽ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടിയതും ഖബറിന്ന് സഹായം കിട്ടിയതും ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു.
അതിനെ സംബന്ധിച്ച് മൗലവി വന്നിട്ട് ഒരൊറ്റ അക്ഷരം പറഞ്ഞില്ല. ഞാൻ പറയുന്ന ഒരു തെളിവും മൗലവി തൊടുന്നില്ല. മുജാഹിദീങ്ങളെ കാര്യം സങ്കടത്തിന് അള്ളാഹ് നന്നാക്കട്ടെ. ഒരു മുജാഹിദ് എന്നെ വിളിക്കുക, ഉസ്താദേ അസ്സലാമു അലൈക്കും. ഉസ്താദേ എന്ന് വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ വലൈക്കും അസ്സലാം എന്ന് പറയൂലേ? വലൈക്കും അസ്സലാം. ആരാധി നമുക്ക് തിരികെ അപ്പുറമുള്ളത്? ഞാൻ മുഹീദ്ദീൻ ശൈഖുൽപുറത്തെ വലിയ, ഞാൻ പേരോട് അത്ര സക്കാഫിയല്ലേ. അപ്പൊ വിളിച്ച് ഉസ്താദേ സോദരല്ലേ? ആ അല്ല, നിങ്ങള് ഇനിയിപ്പോ നാദാപുരത്ത് പ്രസംഗിക്കുന്നുണ്ടോ? നാദാപുരത്ത് അള്ളാഹു തആല ആരോഗ്യമായുസ്സും തന്നാൽ അള്ളാഹു തആല പ്രസംഗിക്കും. അല്ല ഉസ്താദേ, നിങ്ങൾ അയാൾ പറഞ്ഞതിനൊന്നും മറുപടി പറയുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നോ? അതിനുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. കട്ടാക്കി. കാരണം കഴിഞ്ഞ പ്രസംഗങ്ങൾ കേട്ടിരുന്നോ? അതിൽ പറഞ്ഞൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇയാൾ മറുപടി പറയണ്ടേ? അപ്പൊ അയാൾ കേട്ടിട്ടില്ല. അപ്പൊ ഇവര് നമ്മുടെ പ്രസംഗം കേൾക്കൂല. എന്നിട്ട് മൗലവി പറയുന്നത് അങ്ങനെ നിങ്ങൾ നമ്മൾ തുറന്ന് നിങ്ങൾ പറഞ്ഞ റെഡി 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 എന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്നാ ഒന്ന് കേട്ടു നോക്കട്ടെ എന്റെ പ്രസംഗം. അത് കേട്ടു നോക്കുന്നില്ല. എന്നെ പറയാം മറുപടി ഇല്ല. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു തെളിവിന് ഇയാൾ ഇതുവരെ മറുപടി പറഞ്ഞോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിങ്ങളൊന്ന് കേൾക്ക്. എന്നിട്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അയാൾ അതിന് മറുപടി പറഞ്ഞോ, നിങ്ങൾ എന്നെ ഒന്ന് പോയിട്ട് പരിശോധിക്ക്, CD പരിശോധിക്കും, ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. ടെലിഫോൺ നമ്പർ അതോടെ പറഞ്ഞുതരാം. 94 47 15 6 ഒന്ന് വെച്ചുവിട്ടാ മനെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഇബ്നു തൈമിയ്യ തന്നെയും സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് സഹായം ചോദിച്ച സംഭവം ഉള്ളതാണെന്നും സഹായം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടെന്നും അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് സഹായം കൊടുത്തത്, ഖബറിൽ നിന്ന് സഹായം കൊടുത്തതിന്റെ കാരണം وأكثر هؤلاء السائلين الملحين لما هم فيه من الحال لو لم يجابوا لاضطرب إيمانهم كما أن السائلين له في الحياة كانوا كذلك. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് ചോദിച്ചാൽ കൊടുക്കുന്നത് പോലെ വഫാത്തിന് ശേഷവും റസൂലുള്ള സഹായം കൊടുത്തതാണ്. അത് കൊടുക്കാൻ കാരണം ചോദിച്ച ആൾക്ക് കൊടുത്തില്ലെങ്കിൽ എന്റെ നേതാവ് എന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന നിലക്ക് നബിയോട് അദ്ദേഹത്തിനൊരു വിമ്മിഷ്ടമുണ്ടായി, ഒരു വിഷമമുണ്ടായി. അതിനാൽ അയാളെ ഈമാൻ തെറ്റിപ്പോണ്ടാന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഖബറിന് സഹായം ചെയ്തത്. ഖബറിന് റസൂൽ സഹായിച്ചിട്ടുണ്ട്. അത് ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനാണ് സഹായം ചോദിച്ചവരെ സഹായിച്ചത് എന്ന് പറഞ്ഞ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. وكذلك سؤال بعضهم للنبي صلى الله عليه وسلم أو لغيره من أمته حاجته فتقضى له فإن هذا قد وقع كثيرا. ധാരാളം സംഭവിച്ച കാര്യമാണ് ഖബറിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹായം ചെയ്തത്, റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചപ്പോൾ സഹായം കിട്ടിയത് എന്ന് തന്നെ ഇബ്നു തൈമിയ്യ എഴുതിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ തന്നെ ഒരു സ്ഥലത്ത് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ സത്യം സമ്മതിച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹിനോട് ഖബറിന് ചോദിച്ചിട്ട് റസൂൽ കൊടുത്തു എന്ന് അയാൾ പറയുന്നുണ്ട്. അത് സംഭവിച്ചതാണ് എന്നും അത് കൊടുക്കാൻ കാരണം ഹയാത്ത് കാലത്ത് ചോദിക്കും പോലെ തന്നെയാണ് എന്നും ഇബ്നു തൈമിയ്യ തന്നെ ഇഖ്തിലാഉ സിറാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ഇബ്നു തൈമിയ്യന്റെ കിതാബ് ഉദ്ധരിച്ച് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിട്ട് അത് കേൾക്ക മാതിരി വെച്ചില്ല മൗലവി. അത് തൊട്ടില്ല, സ്പർശിച്ചില്ല, അതിനെപ്പറ്റി മിണ്ടിയില്ല. മൗലവി കുറെ കളവ് പറഞ്ഞു.